Hello friends, welcome to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടയാണ്. പക്ഷേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നാടൻ അരിയുണ്ടയുടെ രീതിയിലല്ല നമ്മൾ ഇന്ന് അരിയുണ്ട ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു സ്പെഷ്യൽ ചേരുവ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അരിയുണ്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ അരിയുണ്ട കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് നമ്മൾ സാധാരണ ചോറ് വെക്കാനൊക്കെ എടുക്കുന്ന അരി നന്നായി കഴുകി വെള്ളം വാർത്തിട്ട് ആ ചീഞ്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് ഇങ്ങനെ വരും. ബ്രൗൺ കളറായിട്ടും അതിൻ്റെ ഷേപ്പൊക്കെ മാറി വരും. അപ്പോൾ ആ ഒരു ഈ ഒരു രീതിയിലാവുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡാർക്ക് കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം അതൊരു പരന്ന പാത്രത്തിലിട്ടിട്ട് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം. നല്ല നൈസായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ ഒരു കപ്പോളം നാളികേരം ചിരകിയതിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. നാളികേരം നന്നായി മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 2 പഴം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി ചെറിയതായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അത് നന്നായി ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വരും. അതിനുശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. അരി വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ശർക്കര പാനിയാക്കിയിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നൂൽപ്പാവ് പരുവത്തിലാണ് നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ആ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തോരം മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കര എടുക്കാം. ഇപ്പോൾ അത് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ നമ്മൾ ശർക്കര പാനിയും കൂടി ഒഴിച്ചിട്ട് 2 മിനിറ്റ് അത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ മിക്സ് ചെറു ചൂടോട് കൂടി തന്നെ നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നല്ലതുപോലെ കുഴച്ച് ചെറിയ ബോൾസ് ആക്കി വയ്ക്കുക. അപ്പോൾ ലഡു പോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ പഴം ചേർക്കാതെയാണ് ഈ ഒരു അരിയുണ്ട ഉണ്ടാക്കിയെടുക്കാറ്. എന്നാൽ പഴം ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി റോൾ ചെയ്ത് വെച്ചിട്ടുള്ള അരിയുണ്ട നമുക്ക് കാഷ്നട്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ട് വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ ലഡു ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പേ തന്നെ മിക്സിയിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ റോൾ ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.